എൻ്റെ സ്റ്റാഫാണ്, എൻ്റെ ഫ്രണ്ടും അതെ, ഞങ്ങളുടെ സ്റ്റാഫും അതെ. പിന്നെ അവൾ നാളെ പോന്നു, കുറച്ച് ദിവസം ഉണ്ടായി, പോകുമ്പോൾ വിഷമാന്ന്. എന്താക്കുന്നത്, ജീവിക്കണ്ടേ. അവള് വേറെ ഒരു എവിടെ പുത്തിയല്ലേ, പുത്തൂർ, നീ പോന്നെ പുത്തൂർ ജോലിക്ക് പോകുന്നുണ്ട്. പുത്തൂർ ഇപ്പോൾ കുളിച്ചിട്ടായതേലും ഉണ്ടാണ് ഇങ്ങനെ മുടിയെല്ലാം ഇങ്ങനെ. വെറുതെ എഴുതിയിട്ടുണ്ട് വീട്ടിൽ, അറിയില്ല, വെറുതെ വീഡിയോയിലിടുന്നു. ആരോടില്ല, എൻ്റെ ഫോണിനോട്. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ ഫോണിൽ കൊടുത്തിട്ട് കാണുന്നല്ലേ. മൂന്ന് വെടിവെച്ച്, ഞങ്ങള് രണ്ടുപേരും ഇഷ്ടായ. ഞങ്ങൾക്ക് കൂടുതലൊന്നും അറിയില്ല. ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനറിയില്ല. എങ്ങനെയാണ് അതെ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടമായവര് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം. പിന്നെന്ത്, നിങ്ങൾക്ക് ചിരിക്കാൻ മാത്രമേ അറിയുള്ളൂ, അതിനാരും പഠിപ്പിക്കണ്ട, ചിരിച്ചോളൂ അല്ലെ. സങ്കടം വന്നാലും ചിരിക്കും, സന്തോഷം വന്നാലും ചിരിക്കും. ചിരിയാണ് നമ്മളെ ഏറ്റവും വലിയ സമ്പാദ്യം. പിന്നെ അതിന് പൈസ കൊടുക്കണ്ടല്ലോ ചിരിക്കാൻ, ഉള്ളു തുറന്ന് ചിരിക്കും. പിന്നെ സങ്കടം നല്ലോണം വന്നാൽ ചിരി വരില്ല, എന്നാലും നമ്മൾ പുറത്ത് കാട്ടിക്കൂല നമ്മളെ സങ്കടങ്ങളെല്ലാം നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് മറ്റുള്ളവരിൽ നിന്ന് സന്തോഷം പ്രകടിപ്പിക്കും. അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് അല്ലേ. നിങ്ങൾ രണ്ടുപേർക്കും അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ്. പോക്കും ആരില്ല, ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അവർ വേറെ കല്യാണം കഴിച്ചു അല്ലേ, ഇവർ ഒറ്റക്കായി, ഇവർക്ക് കുട്ടികളും ഇല്ല, ഭർത്താവും ഇല്ല, ആരുമില്ല, ഒറ്റപ്പെട്ടിട്ടാന്നില്ല. അപ്പോൾ ഒറ്റപ്പെട്ടവരെ വേദന എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ എനിക്കാണെങ്കിൽ 2 കുട്ടികളും കൂടി ഉണ്ട്, അവൾക്ക് ആരുമില്ല. അപ്പോൾ പിന്നെ ഈശ്വരൻ നല്ലൊരു വീട് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവള് പുത്തൂർ രാവിലെ വന്നിട്ട് വൈകുന്നേരം, ശമ്പളമൊന്നും പറഞ്ഞിട്ടാ, രാവിലെ വന്നിട്ട് വൈകുന്നേരം വീട്ടു ജോലി എടുക്കാനുള്ള. മറ്റന്നാൾ പോകും അല്ലേ, നാളെ വീട്ടിലേക്ക് പോയിട്ട് മറ്റന്നാൾ പോകും. അപ്പോൾ സങ്കടമാണ് പോകുമ്പോൾ. എന്താ ചെയ്യുക, അവർ കഥായാൽ എന്തെല്ലാം വേണം, ഉടുപ്പ് വേണം, അത് വേണം, ഇത് വേണം, എന്തെല്ലാം വേണം. ഒറ്റത്തടിയാണെങ്കിലും ഒരുപാട് വേണ്ടേ. അപ്പോൾ പിന്നെ ജോലി ചെയ്യാതെ ആരും കൊടുക്കൂലല്ലോ, കുറച്ച് കരുതിയിട്ട് വെക്കണം. എന്നെ വീണെടുത്താൽ പ്രായമാകുമ്പോൾ എന്തെങ്കിലും വേണ്ടേ. ഇങ്ങനെ ജോലിക്ക് പോകും. അതെ, വീടില്ലേ, വീടില്ലേ, സ്ഥലം വീടുണ്ട്, വീടുണ്ട്. അനിയൻ്റെ വീട്ടിലെല്ലാം എൻ്റെ പേരിലുണ്ട്. അനിയൻ്റെ അപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ വീടൊന്നും ഇല്ല. ഞങ്ങളെല്ലാം അമ്മൻ്റെ അച്ഛൻ്റെ ഓതിണ്ടെന്നത് അനിയൻ ആണുമക്കൾക്ക്, പെണ്ണുമക്കൊന്നും ഇല്ല. പെണ്ണുമക്കൾക്ക് വെക്കലില്ല. ഞങ്ങളെ ജാതിയിലെ ക്രമം അങ്ങനെ, എല്ലാ അച്ഛൻ്റെ മക്കൾക്ക് ആണുമക്കൾ. അങ്ങനെ വലിയ വീട്ടിലുണ്ട് സ്ഥലം വീട്. നമ്മളെ സങ്കടത്തിൽ, നമ്മളൊക്കെ ഉള്ളവർ സങ്കടത്തിലുള്ളവരേ ആയിരിക്കുള്ളൂ, ആര് സന്തോഷത്തിലുള്ളവരില്ല. സങ്കടത്തിലുള്ളവരേ ഉള്ളൂ. എനിക്ക് സന്തോഷത്തിൽ ജീവിക്കുന്നവരാരുമില്ല. എനിക്ക് എൻ്റെ ഫ്രണ്ടെല്ലാം സങ്കടക്കാരാണ്, അവരൊത്തിരി സങ്കടങ്ങൾ പറയും. നമ്മൾ അന്നേരം നമുക്ക് മനസ്സ് വല്ലാത്തൊരു വേദന എന്ന് പറഞ്ഞാൽ വേദനയാണ്. അപ്പോൾ
അപ്പം നമ്മൾക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നില്ല. എന്നാലും പിന്നെ ഓരോരോ ജോലിയാക്കി കൊടുത്തതും ശരിയാകുന്നില്ല. അപ്പം ഓരോരോ വീട്ടുകാർ വല്ലാത്തൊരവസ്ഥയാണ്. വീട്ടുകാർ വല്ലാത്തൊരവസ്ഥ. നമ്മൾ ഒരു മനുഷ്യ ജീവി എന്നുള്ള രീതിയിൽ ചിലവർ കാണുന്നില്ല, ചിലവർ നല്ല സ്നേഹത്തോടെ ഉണ്ട്. എല്ലാവരും എല്ലാ വലിയ കഴിവുള്ള എല്ലാവരും, എല്ലാ വീട്ടുകാരും, എല്ലാ പേരൻസും ഒരുപാട് ഹോം നേഴ്സ് വെക്കുന്നവരുണ്ടാവുമല്ലോ. ഈ ജോലിക്ക് ഹോം നേഴ്സിൻ്റെ ജോലി അല്ലാതെ കണ്ടിട്ട് ജോലിക്ക് പോകുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ വലിയ വലിയ ആൾക്കാരോട്, വലിയ വലിയ വീട്ടുകാരോട് ഒരപേക്ഷയേ ഉള്ളൂ എനിക്ക് പറയാൻ. എന്താണെന്ന് വെച്ചാൽ ജോലിക്ക് വന്നവരെ മനുഷ്യൻ എന്നുള്ളത് ആ മനുഷ്യത്വം കാണിക്കണം. മനുഷ്യ ജീവിയാണെന്നുള്ളത് ഒരു മനുഷ്യത്വം കാണിക്കണം. ഹലോ, ശ്രീലങ്കൻ്റെ മോനില്ലേ, ഇപ്പൊ മിനിയാണ് ഒരമ്മനെ നോക്കാനും ഞാൻ അവർക്ക് പോകുന്നു. എന്നോട് വർത്താനം പറഞ്ഞു, കാണുമ്പോൾ ഒരു മൂട്ടിൽ ചെരിയുണ്ടായി, എല്ലാം ഉണ്ടായി. ഇത് ഇന്ന് വീട് ജോലിക്ക് പോയിട്ട് നമുക്ക് നോക്കാം, അതിൻ്റെ ഒരു സസാരം കയറി. ഇന്ന് വീടൊന്നും നോക്കില്ല ആള്. നോക്കി ഇന്ന് എൻ്റെ വീട്ടിലെ പണിക്കാന്നാണ്, പണിക്കാരെത്തി ഓരോരുത്തേ മുങ്ങുന്നതിന്. ഇപ്പൊ മിനിയാന്നാടെ അജ്ജിനെ നോക്കാൻ പോയി. ഇല്ല, കാറിൽ പോകുമ്പോൾ വർത്താനം പറഞ്ഞു. ആടെ വന്നെങ്കിൽ അമ്മ എങ്ങനെയുണ്ട്, ആടെ വന്നപ്പോൾ ഇങ്ങനെ വീട് നോക്കി ചിരിക്കും, വർത്താനം പറയും, എല്ലാം ആക്കി. ഇത് ഇന്ന് വീട്ടിൽ ജോലിക്ക് പോയിട്ട് ഇങ്ങനെ വീട് നോക്കിപ്പോയില്ല. അപ്പൊ അത്ര ദിവസമായിട്ട് വീട് പണി, വീട്ടിലേക്ക് പണിക്ക് വന്നതാകുമ്പോ അയാളെ മനസ്സ് നോക്കി. ഞാൻ ഇന്ന് ആലോചനാക്കി, ഇങ്ങനത്തെ ജോലിക്ക് വന്നാൽ ഇത്ര സംസാരം ഉണ്ട് മനസ്സിലായി. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, ജോലിക്ക് വന്നവരോട് നല്ല സ്നേഹത്തോട് അവർ ജോലി ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞ ജോലിയല്ല ഞാൻ ആളെ പേര് പറയുന്നില്ല, ഒരു സ്ഥലത്ത് ഈ കുഞ്ഞില്ലേ പോയി, പേര് പറയാൻ പറ്റില്ല, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് പേര് പറയാനോ സ്ഥലം പറയാനോ പറ്റില്ല. ഇത് ഭൂമി സാക്ഷിയാക്കിയിട്ട് ഞാൻ സത്യം പറയുന്നതാണ്. ഈ കുഞ്ഞ് പോയി, ജോലിക്ക് പോയിട്ട് എല്ലാ ജോലി ചെയ്തു. എവിടെയോ മൂലയിൽ കിടക്കുന്ന പാത്രം, ഭക്ഷണത്തിന് ആ പാത്രം എടുത്തോ എന്ന് പറഞ്ഞു. ആ കുഞ്ഞ് ആ പാത്രം എടുക്കുമ്പോൾ അത് 1 മണിക്കൂർ തുടച്ചാൽ ക്ലീൻ ആവില്ല. അത്ര വൃത്തികേടില്ല. എവിടെയോ മൂലയ്ക്ക് വെച്ച പാത്രം ഏടെ കിടക്കേണ്ട സങ്കടം. എന്നിട്ട് ആ കുഞ്ഞു ഒത്തിരി കഴുകി ഒത്തിരി കഴുകി വൃത്തിയാക്കിയിട്ട് അതിന് കഴിച്ച്. ഞാൻ പറയുന്നില്ലല്ലോ, ആളെ പറയാതിരുന്നാൽ പ്രശ്നമില്ല. ആളെ പറഞ്ഞാലത് ശരിയാവില്ല. അപ്പം ആ കുഞ്ഞ് അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ആ ഭക്ഷണം കഴിച്ചിട്ട് ആ കുഞ്ഞിനൊന്ന് മനസ്സൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് പാത്രം കഴുകാൻ പോകുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ പാത്രം കഴുകുന്നിടത്തൊന്നും നിങ്ങളെ പാത്രം കഴുകാൻ പാടില്ല, നിങ്ങളെ പാത്രം പുറത്ത് കൊണ്ടുപോയിട്ട് കഴിക്കുള്ളൂ. ರೂಮಲ್ಲಿ ಇದ್ದೇನೆ, ಊಟ ಮಾಡಿ ಮಲಗು ಅಂದಿದ್ದೇನೆ. 4:15 ಬಿಟ್ಟಿದ್ದಾರೆ. ಆ ಕೆಲಸವನ್ನು ಹೇಳಿ ಪ್ರಯೋಜನ ಇಲ್ಲ. ಅದು ಭಯಂಕರ ದೊಡ್ಡ ಮನೆ, ಬಂಗ್ಲ ಮನೆ. ಅದನ್ನು ಒರೆಸಿ ಎಲ್ಲ ರೂಮುಗಳನ್ನು ಒರೆಸಿ ಗುಡಿಸಿ ಆದ ಮೇಲೆ ನನಗೆ ಏನು ಸುಸ್ತಾಗಿದೆ ಇವತ್ತು. ನಂತರ 1-2 ಪುಟ್ಟಿ ಪಾತ್ರೆಗಳಿತ್ತು ತೊಳಿಲಿಕ್ಕೆ, ಅದನ್ನು ತೊಳೆದುಕೊಟ್ಟೆ. ನಂತರ ಮಧ್ಯಾಹ್ನ ಆಗುವಾಗ ಆಯ್ತಲ್ಲ, ಅದನ್ನು ಊಟ ಮಾಡಿದ ನಂತರ ಸ್ವಲ್ಪ ಹೊತ್ತು ಕೂತ್ಕೊಂಡೆ. ನಂತರ ಒಂದು ದೊಡ್ಡ ಅಂಗಳ ಅಂದ್ರೆ ರಾಮ ಅಂತದಂದ್ರೆ ಎಲ್ಲ ಇಂಟರ್ಲಾಕ್ ಹಾಕಿದ್ದಾರೆ. ಅಷ್ಟು ದೊಡ್ಡ ಅಂಗಳ. ಅದನ್ನು ಒಂದು ದಿವಸದಲ್ಲಿ ಮುಗಿಲಿಕ್ಕಿಲ್ಲ. ನಾನು ಅದನ್ನು ಒಂದೇ ದಿವಸದಲ್ಲಿ ಮುಗಿಸಿ ಬಿಟ್ಟೆ. ಅದನ್ನು ಇವತ್ತೇ ಗುಡಿಸಿ, ನನಗೆ ಸೊಂಟ ನೋವಾಗಿ ಗುಡಿಸಿ ತುಂಬಾ ಕಷ್ಟ ಆಗಿದೆ ನನಗೆ ಇವತ್ತು. ಹಾಗೆ
ഇത് അവരെ നാട്ടിൽ നിന്നുള്ള ഒരു കോൾ വന്നതാണ്. അവരെ നാട്ടിൽ നിന്ന് കോൾ വന്നപ്പോൾ അവരോട് പറഞ്ഞു, ഞങ്ങളെ പാത്രം കഴുകുന്നിടത്ത് നിങ്ങൾ പാത്രം കഴുകണം, നിങ്ങളെ പാത്രം പുറത്ത് കൊണ്ടുപോയിട്ട് കഴുകിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പുറത്ത് ഒരു അടുക്കള ഉണ്ട്, അല്ല ബാത്റൂം ഉണ്ട്. അപ്പോൾ അവിടെ വെള്ളം ചൂടാക്കും, ഇതല്ലോ കച്ചറ ഇട്ടിട്ട് വെള്ളം ചൂടാക്കും. അപ്പം നമുക്ക് ഇവിടെ ഗ്യാസ് ഇല്ല. ഞാൻ പറഞ്ഞു, എനിക്കവിടെ പുറത്ത് വെള്ളം ചൂടാക്കുന്നുണ്ടല്ലോ, ചൂടാക്കുമ്പോൾ അവരോട് ചോദിക്കാതെ ഒന്നും ചെയ്യും, ചോദിച്ചിട്ട് സമ്മതാണെങ്കിലും കുളിച്ചിട്ട് വന്നു, നമ്മൾ ഗ്യാസിലല്ലേ വെള്ളം ചൂടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ജോലിക്കാർക്ക് കുളിച്ചിട്ട് ശീലാക്കിയിട്ട് ഇവിടെ ആരും ഇതുവരെ ജോലിക്കാർ കുളിക്കലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് മേല് കഴുകാനും ഡ്രസ്സ് മാറാനുള്ള സൗകര്യം കൊടുത്തിട്ട. അത് കൊടുക്കണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് നമ്മളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഡ്രസ്സ് ഇടണം വേറെ. അപ്പോൾ ഡ്രസ്സെല്ലാം നമുക്ക് കൊണ്ടുപോകില്ലേ, അപ്പോൾ ആ ഡ്രസ്സ് ഇടണമെങ്കിൽ മേല് കഴുകണ്ടേ. അപ്പോൾ അതും കൂടി തരാത്ത ആൾക്കാർ എത്രയോ. അപ്പം ഞാനൊരു അപേക്ഷയും, ജോലിക്ക് വന്നവരോട് നല്ല രീതിയിൽ പെരുമാറുക. അവർ നമ്മളെ ഒരു കുടുംബത്തെ അംഗമാണെന്ന് വിചാരിക്കുക. എന്തിൽ അവരെ പാത്രം കൊടുത്തില്ലെങ്കിൽ ഒരു വൃത്തിയില്ല പാത്രം കൊടുക്കുക. എങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ ഞാനൊരു പാത്രം കൊടുക്കട്ടെ, സത്യം പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഏടെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്ലേറ്റ് കൊടുത്തു വിടും. അവർ ഭക്ഷണം കഴിക്കുന്ന ഒരു പ്ലേറ്റ്, ഒരു ഗ്ലാസ് ഞാൻ കൊടുത്തിട്ട്, അല്ലെങ്കിൽ അവരോട് ഞാൻ പറയും, നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു പ്ലേറ്റ് ഒരു ഗ്ലാസ് എടുക്കും. ഞാൻ ഇതുവരെ കുറേ വീട്ടിലേക്ക് കുറേ പിള്ളേരെ ഞാൻ അയച്ചു. ഇവരൊന്നും ഇത്തരത്തിൽ ആരും ചെയ്തിട്ടില്ല. ഇതൊരു വീട് മാത്രം. ഇപ്പോൾ 2 ആൾക്കാരെ ഞാൻ അയച്ചിട്ട് 2 ആൾക്കാർ ഇതേ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ വലിയ പണക്കാരായവർ, വലിയ കഴിവുള്ളവർ ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും പെരുമാറരുത്. ദൈവത്തെ ഇങ്ങനെയൊന്നും പെരുമാറരുത്. ഓക്കെ, ബൈ ബൈ. നിങ്ങളെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും.